ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ ഇന്നൊരു ടോപ്പ് കട്ട് ചെയ്യുന്നതാണ് കാണിക്കണേ. അപ്പോൾ നമുക്കതിൻ്റെ അളവെടുക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഷോൾഡറിൽ നിന്നുള്ള ലെങ്ത്ത് ആണ് അടയാളപ്പെടുത്തേണ്ടത്. ഷോൾഡറിൽ നിന്ന് അടി വരെ ഇവിടം വരെയുള്ള ലെങ്ത്താണ്. അത് 46 കിട്ടിയേക്കണേ. 44 പ്ലസ് 2 കൂടി 46 കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് ചെസ്റ്റ് വണ്ണാണ്. ഇത് ചെസ്റ്റ് വണ്ണം 20 ഒരു കൈക്കുഴിയിൽ നിന്ന് ആ കൈക്കുഴി വരെ. പിന്നെ ഇത് ഷേപ്പിൻ്റെ വണ്ണാണ് കേട്ടോ. അടിയിൽ എഴുതിയേക്കുന്നത് 21 എഴുതിയേക്കുന്നത് സ്ലിറ്റിൻ്റെ വണ്ണം ഉണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഈ മെറ്റീരിയൽ ഇത് ലൈനിങ്ങിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. അതിനകത്താണ് ഞാൻ കറക്റ്റായിട്ട് ഈ അളവുകളൊക്കെ എഴുതുന്നത്. ഇതാണ് നല്ല മെറ്റീരിയൽ. നമുക്ക് ആദ്യം തന്നെ ഈ ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ ഇതെല്ലാം അളന്ന് കട്ട് ചെയ്തിട്ട് അത് വെച്ച് നമുക്ക് നല്ല പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 4 ഇഞ്ച് കുറവാണ് കേട്ടോ ലൈനിങ് ഞാൻ എടുക്കണുള്ളൂ. അപ്പോൾ 46 എന്നുള്ളതിന് 42 ഇഞ്ച്. പിന്നെ ഇവിടെ ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ വന്നത് നമുക്ക് ഒരു 7.5 ഇഞ്ച് ഷോൾഡർ എടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് കൈക്കുഴിയുടെ ഇറക്കം 7 ഇഞ്ചും 7 ഇഞ്ച് കൈക്കുഴി. ഇത് എങ്ങനെ വരച്ചു കൊടുത്തിട്ട് പയ്യതേ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്താം. ചെസ്റ്റ് വണ്ണം വന്നത് 20 20യുടെ പകുതി. അപ്പോൾ 10.25. അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി തയ്യത്തും ഇടാം. ഇനി നമുക്ക് 15 ഷേപ്പ് അടയാളപ്പെടുത്താം. ഷേപ്പ് 18 ഇതിനകത്തുള്ളത്. അപ്പോൾ 9.25 18 9.25 9.25 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. പിന്നെ നമുക്ക് സ്ലിറ്റ് വണ്ണാണ് അടയാളപ്പെടുത്തേണ്ടത്. അത് ഇച്ചിരി കയറി ഇറങ്ങിയിരിക്കുകയാണ്. അത് നമുക്ക് അതിനൊപ്പം വയ്ക്കാം. ഇനി സ്ലിറ്റ് വണ്ണം അടയാളപ്പെടുത്തുന്നത് നമുക്ക് സ്ലിറ്റിൻ്റെ ഇറക്കം ആദ്യം തന്നെ നോക്കണം. അപ്പോൾ ഷോൾഡറിൽ നിന്ന് സ്ലിറ്റ് വരെയുള്ള ഇറക്കമാണ് നോക്കേണ്ടത്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ആ ഭാഗത്താണ് നമ്മൾ സ്ലിറ്റിൻ്റെ വണ്ണം അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ 20 ഇഞ്ചിലാണ് സ്ലിറ്റിൻ്റെ ഇറക്കം വന്നത് അപ്പോൾ നമുക്ക് അവിടെ 21-ന് 10.5 ഇഞ്ചും ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ 1.5 ഇഞ്ച് കൊടുത്താൽ അവിടെ നമ്മളൊരു 3/4 ഇഞ്ച് 1 ഇഞ്ച് വീതി കൊടുത്താൽ മതി സ്ലിറ്റിൻ്റെ ഭാഗത്ത്. പിന്നെ നമുക്ക് ആ സ്ലിറ്റിൻ്റെ വണ്ണത്തിൻ്റെ 2 ഇഞ്ച് കൂട്ടി. അപ്പോൾ 10 കിട്ടണമെങ്കിൽ 12 ഇഞ്ച്. അങ്ങനെ എത്രയാണ് കിട്ടണത് അതിൻ്റെ 2 ഇഞ്ച് കൂട്ടി താഴെ അടി ലൂസ് അടയാളപ്പെടുത്താം. എന്നിട്ട് ഇതേ നമുക്ക് ആ ഷേപ്പ് വരച്ചു കൊടുത്തിക്കൂടെയൊക്കെ വരച്ചു കൊടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഷോൾഡറിൽ നിന്ന് ഇവിടെ ഈ ഭാഗം ഒരു 1/2 ഇഞ്ച് കുഴിച്ച് ഇതാക്കി വെട്ടണം കേട്ടോ. ചരിച്ച് കൊടുത്ത് വെട്ടണം. എന്നിട്ട് നമുക്ക് കൈക്കുഴിയും വെട്ടാം. എല്ലാം നെയ്റ്റി ആയാലും ചുരിദാറായാലും ഷോൾഡർ 1/2 ഇഞ്ച് ചരിച്ച് വെട്ടണമെന്ന് നല്ലതാണ് കേട്ടോ. അത് നമ്മുടെ കഴുത്തൊക്കെ കയറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചരിച്ച് വെട്ടുന്നത്. പിന്നെ നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ ഈ ഭാഗം കുറച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം 1 ഇഞ്ചോളം. അപ്പോൾ നമുക്ക് ലൈനിങ് അങ്ങനെ തൂങ്ങി വരില്ല സൈഡ്. ഇനി നമുക്ക് കൈയിറക്കം നോക്കാം. നമുക്ക് അളവിൻ്റെ കൈയിറക്കം എത്രയും നോക്കാം. അതെ, അതിനിപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ വച്ചിട്ട് ശരിക്ക് വരച്ചു കൊടുത്താലും മതി. ഇതിപ്പോൾ 15 കിട്ടിയേക്കണേ. 15-ൻ്റെ കൂടെ 1 ഇഞ്ച് കൂടിയും കൂട്ടി 16 ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത്. ഇപ്പോൾ കറക്റ്റ് 16 ഇഞ്ചാണ് ഈ മെറ്റീരിയലിൻ്റെ ഇത് ലെങ്ത്ത് വന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഇറക്കം കുഴപ്പമില്ല. പിന്നെ വണ്ണം ഇങ്ങനെ അങ്ങോട്ട് വച്ചിട്ട് നമുക്ക് വരച്ചെടുത്താലും എളുപ്പമായിട്ട് കൈ ഇങ്ങനെ വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. കട്ട് ചെയ്യാൻ എളുപ്പമാണ്. നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് വെറുതെ വരച്ചെടുത്താൽ മതി. പിന്നെ ഇവിടുന്ന് 3-3.5 ഇഞ്ച് ഇറക്കമാണ് വേണ്ടത്. അത് അങ്ങനെയാണോ എന്ന് വെറുതെ വേണമെങ്കിൽ നോക്കാം. കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിലും ഇതെങ്ങനെ അങ്ങോട്ട് ചരിച്ചു കൊടുത്താൽ കൈ നന്നായിട്ട് കിട്ടും നമുക്ക്. ഇനിയിപ്പോൾ നമുക്ക് ലൈനിങ്ങിൻ്റെ കട്ടിങ് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ നമുക്ക് മെറ്റീരിയൽ എടുക്കാം. ഈ കൈ ജോയിൻ്റ് ആയിട്ടിരിക്കുന്നത് നമുക്ക് അതിവിടെ മടങ്ങിയിരിക്കുന്ന സ്ഥലം നമുക്ക് 2 എടുക്കാം. ഇനി നമുക്ക് ഇത് വെച്ച് നല്ല മെറ്റീരിയൽ കട്ട് ചെയ്യാം. ഇതാണ് നല്ല മെറ്റീരിയൽ. ഇതിൻ്റെ ഫ്രണ്ടിൽ വർക്കും ബാക്കിൽ പ്ലെയിനായിട്ട് വന്നതുമാണ് കേട്ടോ ഈ മെറ്റീരിയൽ വന്നത്. ബാക്ക് പ്ലെയിനാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടും ബാക്കും കൂടിയും കട്ട് ചെയ്യാം, അങ്ങനെ കുഴപ്പമില്ല. നമുക്കിത് ഇങ്ങനെ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു സൈഡിൽ നിന്ന് നമുക്ക് മടക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് കൈക്ക് ജോയിൻറ്റ് വരില്ല. നമ്മൾ സെൻറ്റർ മൊത്തത്തിൽ 2 മടക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കൈക്ക് ജോയിൻറ്റ് വരാം.
അപ്പോൾ നമുക്ക് ഇതിൽ ഈ ഡിസൈൻ വന്നത് തന്നെ കൈ എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് തുണി ഒരുപാട് ബാലൻസ് വെറുതെ വേസ്റ്റായി പോകില്ല. നമ്മൾ മൊത്തം 4 മടക്കിയിട്ട് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു കൈക്ക് ഡിസൈനും ഒരു കൈക്ക് ഡിസൈൻ ഇല്ലാതെയും വരും. ഇപ്പോൾ 2 കൈക്കും ഡിസൈൻ കിട്ടാൻ കണക്കിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇങ്ങനെ നമുക്കിങ്ങനെ വച്ചിട്ട് ആ ലൈനിങ്ങിൻ്റെ കട്ട് ചെയ്ത അതേ വീതി കിട്ടിയാൽ മതി. നമുക്ക് ലൈനിങ് വെച്ച് നോക്കാം. അപ്പോൾ ആ വീതി കറക്റ്റ് കിട്ടാൻ പാകത്തിന് വേണം കേട്ടോ. ഇതിങ്ങനെ ചുളുങ്ങി പോണ പോലത്തെ മെറ്റീരിയലാണ്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് നിവർത്തിയിട്ടിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണത്തിന് ഇറക്കവും കൂടുതലും കുറവും ഒക്കെ വരും. 4 ഇഞ്ച് കൂടുതലിട്ടാണ് ലൈനിങ്ങിൽ നിന്ന് ഇത് വെട്ടണം കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വച്ചിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ലൈനിങ് കറക്റ്റായിട്ടാണ് വെട്ട് വച്ചേക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇത് അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ കട്ടിങ് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്താട്ടോ, കമൻറ്റും ചെയ്യുക. ഇത് ഉണ്ടാക്കിയെടുക്കുക. ഇനി നമുക്ക് ഇതിൽ നിന്നാണ് കൈ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഡിസൈനുള്ള പീസ് തന്നെ കൈക്ക് വയ്ക്കാൻ നോക്കാം. അതായിരിക്കും ഭംഗി. അല്ലെങ്കിൽ കിട്ടുമെന്ന് നോക്കാം. ഇത് എങ്ങനെ മടിക്കാലാണ് കിട്ടണേന്ന് നോക്കാം. നമ്മൾ ജോയിൻ്റ് ഇല്ലാതെ കിട്ടണ രീതിയിലേക്ക് വച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ലൈനിങ് ആദ്യം കട്ട് ചെയ്ത് വെക്കണ കാരണം നമുക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ലൈനിങ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല ഇത് തികയോ ഇല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ മടക്കണം. അതിപ്പോൾ കറക്റ്റായിട്ട് തുമ്പ് ലെവലാക്കി വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഒരു കൈക്ക് ഇറക്കം കൂടുതലും കുറവും ഒക്കെ വരും കേട്ടോ. അപ്പം നമ്മളതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം. ഇത് ഞാൻ ലൈനിങ് കട്ട് ചെയ്ത് വേണം. കുഴപ്പമില്ല, കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാം. ഇവിടെ ഒരു 1/2 ഇഞ്ച് കുറവുള്ളൂ. അത് നമുക്ക് ലൈനിങ് മടക്കി അടിക്കുമ്പോൾ പോണതാണല്ലോ, കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നെക്കിൻ്റെ വൈഡ് എടുക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും അറിയാൻ പാടില്ലായിരിക്കും. നെക്ക് വൈഡ് എങ്ങനെയാണ് അറിയണേ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കൊരു ക്യാൻവാസിൻ്റെ ഇങ്ങനെ തുമ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് നെക്ക് ഇരിക്കണ മോഡലിൽ ഇങ്ങനെ വച്ചിട്ട് നമുക്കിങ്ങനെ അളന്ന് നോക്കി അറിയാൻ പറ്റും നെക്കിൻ്റെ ലെങ്ത്ത്. കണ്ട ടേപ്പ് വെച്ച് ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് നോക്കി അറിയാൻ പറ്റും നെക്കിൻ്റെ ലെങ്ത്ത്. വൈഡും അതേപോലെ തന്നെ ഈ ക്യാൻവാസിൻ്റെ ഇങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് ലെങ്ത്ത് കിട്ടും, വൈഡും കിട്ടും. അപ്പോൾ ഇത് 3.25 ഇഞ്ച് വൈഡും 5.5 ഇഞ്ച് ലെങ്ത്തുമാണ് വന്നത്. അപ്പോൾ നമുക്കത് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. 3.25 ഇഞ്ച് വൈഡും 5.5 ഇഞ്ച് ലെങ്ത്തും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ സ്ക്വയർ പോലെ വരച്ചു കൊടുക്കാം. ഞാൻ ഇതിനു മുമ്പ് നെക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ചെയ്യുന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്കൊരു 3/4 ഇഞ്ച് വീതിയിൽ ഇത് കൊടുത്തിട്ട് പിന്നെ ആദ്യത്തെ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കറക്റ്റ് റൗണ്ടായിട്ടുണ്ട്. നമുക്ക് വച്ച് നോക്കാം ഇത് കറക്റ്റാണോ വേണ്ട. കറക്റ്റാണോ. ഇനി ചുരിദാർ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരാം കേട്ടോ. താങ്ക് യു.